ഷാരിസ് തുടക്കം തൊട്ട് എല്ലാവർക്കും നന്ദി പറയരുത്, സമയം കുറച്ചുള്ളൂ. 90 സെക്കൻഡിൽ നിർത്തും. അപ്പം അടിപൊളി. 90 സെക്കൻഡിൽ നിർത്തും, പേടിക്കണ്ട. ബിൻഡോയുടെ കല്യാണത്തിന് നിർത്തുന്നു. അത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റിയില്ല, ഞാൻ പോയിട്ടില്ല. എല്ലാവരും സാക്ഷിയാണ്. ദിലീപേട്ടൻ കല്യാണത്തിനുണ്ട്, ഞാൻ പോയിട്ടില്ല. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇദ്ദേഹം വേറെ ആളുടെ വന്നത് എനിക്ക് സഹിക്കില്ലായിരുന്നു. അതാണ് സത്യം. പലരും ചോദിച്ചു അങ്ങനെ ഒരു പിണക്കമാണോ, ഒരു വിഷയമില്ല. മനസ്സുകൊണ്ട് ഓക്കെ, പക്ഷെ ശരീരം ലോട്ട് മെനി ഡാർക്ക് സീക്രട്സ് ബിഹൈൻഡ് എവറി ഫിലിം. അതുകൊണ്ട് ഈ പടം തുടങ്ങുന്നത്, ഈ പടത്തിലെ 90 സെക്കൻഡ് എനിക്കുള്ളൂ. ലിസ്റ്റിൻ ചേട്ടൻ ഒരാളുടെ ധൈര്യമാണ് ഈ സിനിമ. ലിസ്റ്റിൻ ചേട്ടൻ ഒരാളുടെ ധൈര്യമാണ്. ലിസ്റ്റിൻ ചേട്ടൻ ഞങ്ങൾ മാത്രമുള്ള വേദികളിൽ നിരന്തരം പറഞ്ഞിരുന്ന ഒറ്റക്കായിരുന്നു, ഈ സിനിമ അടിക്കണതാ, ഈ സിനിമ അടിക്കണം. ഞാൻ ലിസ്റ്റിനോട് ജനഗണമന വർക്ക് ചെയ്തിട്ടുണ്ട്, മലയാളി ഫിലിമിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ അടിക്കണതാ, ഈ സിനിമയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണോ അത് ആ ലിസ്റ്റിൻ ചേട്ടൻ്റെ എഫർട്ടാണ്. ലിസ്റ്റിൻ ചേട്ടൻ്റെ എഫർട്ടാണ്. ഞങ്ങളൊന്നുമല്ല. ആരുമില്ലാത്ത സമയത്ത് ആരുണ്ടായിരുന്നോ അവരെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കടപ്പെടുന്നത്. ആരുമില്ലാത്ത സമയത്ത്, ഈ നിൽക്കുന്നവരാരുമില്ലാതിരുന്ന സമയത്ത് എനിക്കും ബിൻഡോയ്ക്കും അഭയം തന്നാണ് മാജിക് ഫ്രെയിംസ്. എനിക്കും ബിൻഡോയ്ക്കും ഞങ്ങൾക്ക് ഈ സിനിമ തന്നാണ് ലിസ്റ്റിൻ ചേട്ടൻ. ഞങ്ങൾ ലിസ്റ്റിൻ ചേട്ടന് വാക്ക് തന്നിരുന്നു, വി വിൽ ഡെലിവർ ഓൺ May 9th. ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഞങ്ങളത് ചെയ്തിരിക്കുന്നു. മാജിക് ഫ്രെയിംസിലുള്ള എല്ലാവർക്കും നന്ദി. 90 സെക്കൻഡിൽ 10 സെക്കൻഡിൽ പെട്ടെന്ന് എൻ്റെ കോറൈറ്റേഴ്സ് വന്നത് മനു, ഗോകുൽ, നിഖിൽ, സലീം, വേഗം വാ. എൻ്റെ പേര് ഇവിടെ എഴുതി വെക്കുമ്പോൾ ഒരു ഉളുപ്പില്ലാതെയാണ് ഞാൻ എൻ്റെ ഈ പേര് എഴുതി വെക്കുന്നത്. കാരണം ഇതിൽ ഓരോ ഡയലോഗും എന്നെ പോലെ തന്നെ മനഃപ്പാടമാക്കിയിട്ടുള്ള 4 കോറൈറ്റേഴ്സാണ് എൻ്റെ. ഇതൊക്കെയാണ്. ഒരുപാട് പേര് മറന്നു പോയിട്ടുണ്ട്, അവർക്കൊക്കെ അറിയാം, സ്നേഹം കൊണ്ടാണ്. ഈ സിനിമയിൽ എന്ത് പ്രതിസന്ധി നേരിടുമ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് ഒരു വിഷ്വലാണ്. ആ വിഷ്വൽ ദിലീപേട്ടനാണ്. ഈ പടത്തിൻ്റെ ആദ്യം കണ്ടിട്ടുള്ള ഒരു 30 സെക്കൻഡ് വീഡിയോ ഉണ്ട്. ദിലീപേട്ടനെ കുറിച്ച് എനിക്കും ബിൻഡോക്കും ഞങ്ങളുടെ മനസ്സിൽ വന്ന ഒരു വെറുപ്പിൻ്റെ മുന്നിലും സിനിമ പതറില്ല. 60ാം ദിവസത്തെ സക്സസ് സെലിബ്രേഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ സിനിമയിൽ ദിലീപേട്ടൻ എന്ന പ്രിൻസിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആവട്ടെ, അത് നിങ്ങളുടേത് മാത്രമായിരിക്കണം. ആ അഭിപ്രായം എടുത്തുകൊണ്ട് തിയേറ്ററിലേക്ക് വന്ന് ഓരോ പ്രേക്ഷകനും ഞങ്ങൾ ഈ വിജയം സമർപ്പിക്കുന്നു. വീണ്ടും പറയുന്നു, എന്നെ ട്രോൾ ചെയ്തോ, എന്നെ മീം ചെയ്തോ, എന്തും ചെയ്തോ, വീണ്ടും പറയുന്നു, അടിവരയിട്ട് പറയുന്നു, മലയാള സിനിമ പ്രേക്ഷകനെ സിനിമ പഠിപ്പിക്കാൻ ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. ഒന്നുകൂടെ പറയുന്നു, ഉറക്കെ പറയുന്നു, ഉറച്ചു പറയുന്നു. ബി ഉണ്ണികൃഷ്ണൻ സാർ ഇവിടെ ഉണ്ട്, സിയാദ് കോക്കർ സാർ ഇവിടെ ഉണ്ട്. എല്ലാവരും നിൽക്കെ പറയുന്നു, വീണ്ടും പറയുന്നു, ഉറച്ചു പറയുന്നു, മലയാള സിനിമ പ്രേക്ഷകനെ സിനിമ പഠിപ്പിക്കാൻ ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. റിയാസ് ഭായ് താങ്ക് യു, ദിലീപേട്ടൻ്റെ ഫാൻസുകാർക്കും താങ്ക് യു, എവരി വൺ താങ്ക് യു. ദിലീപേട്ടൻ ഷോ ആണെന്ന് കൂട്ടിക്കോ, പക്ഷെ ഒന്ന് ഹഗ് ചെയ്യും. താങ്ക് യു. നിർത്താണ്, തിരികെ കൊടുക്കുക. താങ്ക് യു. അപ്പൊ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് പല മാസ് ഡയലോഗുകളും വരുന്ന അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ്. സോ ഈ ഒരു 90 സെക്കൻഡിൽ അദ്ദേഹം നമുക്ക് പറഞ്ഞു, ഓ മൈ ഗോഡ് വാട്ട് എ മൊമെന്റ് ഇറ്റ് ഈസ്. അല്ല, ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അതായത് മലയാള സിനിമയിൽ ഒരു മ്യൂജിയം മലയാള സിനിമയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഥ, തിരക്കഥ, സംഭാഷണം, ഷാരിസ് മോഹൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം ഇറ്റ്സ് രാഗം, തൊടുപുഴ സിൽവർ ഹിൽസ്, എറണാകുളം ഷിനോയ്, തൃപ്പൂണിത്തുറ ന്യൂ സെൻട്രൽ, കോതമംഗലം ജി സിനിമാസ്, തൃശൂർ ഗിരിജ, ആൻഡ് യെസ് നമ്മുടെ ദിലീപേട്ടന്റെ സിനിമയാകുമ്പോൾ ദിലീപേട്ടന്റെ തിയേറ്ററിൽ നിന്ന് വി കൻ വെൽക്കം ടു ദാറ്റ് ഇസ് ചാലക്കുടി ഡി സിനിമ, കൊടുങ്ങല്ലൂർ ഡി സിനിമ. അതിനുശേഷം ബി സിനിമാസ്, അടുത്തതായി ഒല്ലൂർ ഫൺ തിയേറ്റർ, ഫൺ സിനിമ. ഇപ്പോൾ കാരണം ഞാനൊക്കെ ഇപ്പോൾ കുറേ അധികം ഫംഗ്ഷനിൽ ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ പറ്റിയ സിനിമകളുണ്ട്, ചെയ്യാൻ പറ്റാത്ത സിനിമകളുണ്ട്. അപ്പോൾ ഈ സിനിമ അങ്ങനെ ചെയ്യാൻ സാധിച്ച ഒരു സിനിമയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ബിൻഡോയുടെയും ഷാരിസിൻ്റെയും സിനിമയാണ്, സക്സസ് ആണ്. അപ്പോൾ ബിൻഡോയ്ക്കും ഷാരിസിനും പുതിയ മ്യൂസിക് ഡയറക്ടർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും മാത്രം ക്ഷമിച്ചിരിക്കുകയാണ്, കുഴപ്പമില്ല. എങ്കിൽ പോലും ദിലീപേട്ടൻ്റെ സിനിമകൾ കണ്ടിട്ടാണ്, ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം,
അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ദിലീപനെ വെച്ചൊരു സിനിമ എടുത്തത്. അതൊരു സക്സസ് ആകുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം. ഇനിയും ഒരുപാട് സിനിമകൾ ഞങ്ങളിലേക്ക് ബാനറിൽ ദിലീപനെ വെച്ച് സിനിമയിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളോടും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. കാരണം സിദ്ദിഖ് ആയിക്കോട്ടെ, ബിൻചേച്ചി ആയിക്കോട്ടെ, എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച മുഴുവൻ ടെക്നീഷ്യൻസിനോടും നന്ദി പറയുകയാണ്. ഇന്നിപ്പോൾ രീതിയിൽ സഹായിക്കുന്ന എല്ലാ സ്റ്റാഫുകളോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അതോടൊപ്പം ഈ സിനിമയൊക്കെ നിങ്ങൾക്കറിയാം വലിയ റിസ്ക് ഉള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇൻഫർമേഷന് ശേഷം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ് കാസ്റ്റിംഗ് ഡയറക്ടർ അസിസ്റ്റന്റ് ജംഷീദ് ജമാൽ. After this, we are moving on to welcoming the dubbing artist. തീർച്ചയായിട്ടും പറയാം, നല്ലൊരു സിനിമ അത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മേഖല തന്നെയാണ് ഡബിംഗ്. So welcoming ധനശ്രീ and ജോജോ. അടുത്തതായി വേദിയിലേക്ക് എത്തുന്നത് നമ്മുടെ ഡ്രൈവേഴ്സ് ആണ്. സോ ഞാൻ പേരൊന്ന് വായിച്ചു പോവാണ്, പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. സലീം, പ്രകാശ്, രജി, നിഖിൽ, മഹേഷ്, രാമചന്ദ്രൻ, സൈജു രാജ്, സുബി, ഗിരീഷ്, വിനീത്, കമറുൽ ഉസ്മാൻ, അരുൺ കുമാർ, വിഷ്ണു പ്രസാദ്, സുമേഷ്, പുഷ്പൻ, വിവേക് ഗംഗാധരൻ, മിഥുൻ ജി മനോജ്, ജിത് കെ ജെ, സുനിൽ കുമാർ കെയോ and Mr. സുകേഷ്. വേദിയിലേക്ക് ഈ ഒരു മൊമെന്റോ നേടാനായിട്ട് എത്തുന്നവരുടെ ഒരു വലിയ റിക്വസ്റ്റ് ആണ്. നിങ്ങൾ ഇതിൽ കൂടെ തന്നെ എൻറ്റർ ചെയ്യുക ആൻഡ് തിരിച്ച് അതിലൂടെ എക്സസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. And a very big pleasure to have the author here on stage with us. നമ്മുടെ ലൈറ്റ് ഓഫീസേഴ്സ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിനോദ് കൊല്ലം, രസ്മിത്, ആഘോഷ് ചന്ദ്, വിനീത് വിവി, ഗോപകുമാർ ട്രിവാൻഡ്രം, രഞ്ജിത്ത്, കുഞ്ഞുമോൻ, ശ്യാം ആൻഡ് വിഷ്ണു. Welcoming the next set, unit driver Mr. Anish Iditi, the security team, Black Squad Kollam, Nedipashiri, Mr. Sajiv Vijayan Tiruvalla, Rajesh Tiruvallamala, Rajesh Siri, and Ravish Chirankira. So all these are the production assistants. And yes, to our friends and family in their movie success celebration. വളരെ മനോഹരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. So once again, lots of learning of production assistants. Once again, Mr. Shihab Waniramalam, Mr. Amir Waniramalam, Suresh Babu Mandalakat, Mr. Pradeep Nedipashiri, Mr. Sajiv Vijayan Tiruvallam, Mr. Rajesh Tiruvallamala, Mr. Rajesh KV, and Ravish Chirankira. So that is the production assistant associated with the movie Friends and Family. And yes, indeed this is a proud moment for all of us. കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് മുൻനിര നായകന്മാരും നായകരും അല്ലാതെ ഒരുപാട് പേരുടെ അധ്വാനം ഈ ഒരു സിനിമയെ കുറിച്ചും ഈ ഒരു അസോസിയേഷനെ കുറിച്ച് പറയാനുള്ള വാക്കുകളിലേക്ക് ഞാൻ പ്രത്യേകിച്ചും എല്ലാവരും വന്നൊന്ന് റെഡി ആയിട്ട് നിൽക്കാൻ. ആർട്ട് അസിസ്റ്റൻസ്, ആർട്ട് ഡിസൈനർ, ആർട്ട് സെറ്റ് കാർപ്പൻറ്റർ, കാർപ്പൻറ്റേഴ്സ് ടീം, പെയിന്റേഴ്സ് ടീം, ലൊക്കേഷൻ മാനേജർ, ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ, camera on site, out of unit, target setting technique, camera focus puller, camera assistant, travel partner, gimbal operator, tracker trolley, ഇതാണ് നമ്മുടെ സെറ്റ്. സോ കൂടി സ്വാഗതം ചെയ്യാൻ ആർട്ട് അസിസ്റ്റന്റ് അനുരാജ് അരങ്ങനവർ, ഷൈൻ കെ ബലി, കലേഷ്, വനരാജ്, മിഥുൻ, സുജിത്, ഉമർ, കമൽ and Rijoy. moving on to welcoming the art designer Mr. Faisal, art set carpenter Mr. Arun, carpenter team, freelance team, painter Mr. Jitin and team.
artist coordinator, New Face Communications, Anas and Fida, the animal trainer, Urni Vaikum, camera and cine outdoor unit, Tahir Cine Technique. Tahir Cine Technique. We have Nandu Mohan, the manager, Swagam Chenu. And in camera focus puller, welcoming Mr. Anu. Video camera focus puller, Mr. Adimanyu Kannan. Camera assistant, we have Mr. Ananda Parvadasan. Moving on to travel partner, Crypto Travels and Forex Export. Travel partner again, Mr. Srinath B. Nair from Travel B Tours and Travels. So, ഇപ്പോൾ നമ്മൾ വിളിച്ചത് travel partners camera focus pullers ആണ്. Camera and cine outdoor unit, Tahir Cine Technique, manager Nandu Mohan ആണ് ഈ വേദിയിലെത്തുന്നത്. ഒരു സ്പെഷ്യൽ കൈയടിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ? ഒരു സംശയമില്ലാതില്ല. ഒരു നല്ല കൈയടി കൊടുക്കാം എല്ലാവർക്കും ഒരുമിച്ച്. So, Haridas. Welcoming the track and trolley team here on stage. Mr. Siddiq Muhammad, Mr. Abhishek Tayyib and Mr. Haridas. Mr. Abhishek Tayyib and Haridas in the category of track and trolley. നിങ്ങൾ പെട്ടെന്ന് വേദിയിലേക്ക് എത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ make sure you come to the stage very quick. I think that's it. Producer sir, ആ ഒരു സെറ്റ് കഴിഞ്ഞു and ഇനി ആശംസകളിലേക്ക് over to you. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ പല ക്വാളിറ്റി എന്ന് പറയുന്നത് വിനയാന്വിതനാണ് ലിസ്റ്റിൻ എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു ഒരു ആവറേജ് ബുദ്ധിക്കാരനാണ് എന്ന് ഇവിടെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു മലയാള സിനിമയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമാനാണ് ലിസ്റ്റിൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഫെഫ്കയിലാണെങ്കിൽ ഉണ്ണിയേട്ടൻ എന്നെ ബാൻ ചെയ്തേനെന്നൊക്കെ പറയും. ഫെഫ്കയിൽ അങ്ങനെ ആരെയും ബാൻ ചെയ്യാറില്ല. മലയാള സിനിമയിൽ ആരൊക്കെ പ്രവർത്തിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന പവർ ലോബി ലിസ്റ്റിൻ്റെ ആണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്താണ് ലിസ്റ്റിൻ. ട്രാഫിക് ചെയ്യുമ്പോൾ വളരെ ചെറുപ്പക്കാരനായി വന്ന് മലയാള സിനിമയുടെ വ്യാകരണം മാറ്റി ഒരു സിനിമ നിർമ്മിച്ച ആളാണ് ലിസ്റ്റിൻ. വിജയങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. ലിസ്റ്റിനെ പോലുള്ളവർ തുടർച്ചയായി സിനിമ ചെയ്താലേ സിയാദ്ക്കയുടെ പേര് പറഞ്ഞു, ബി ഉണ്ണികൃഷ്ണനൊക്കെ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ സംഘടനകളുടെ പേരല്ല ഉദ്ദേശിച്ചത്, ചില റിവ്യൂ കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാൻ സംഘടനയുടെ കാര്യമൊന്നുമല്ല. അദ്ദേഹം എൻ്റെ പേരെടുത്ത് പറഞ്ഞ കാര്യം എന്തിനെ കുറിച്ചാണ് എന്നുള്ളത് പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. അതിന് അത്രയും വലിയ പ്രാധാന്യം അദ്ദേഹം കൊടുക്കണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി കുഴപ്പമില്ല, നിനക്ക് ഇനി ഒരു പ്രശ്നമില്ല. ഓക്കെ. And that is such a celebration of friends and family. So welcome. And yes, we are welcoming the next category, location sound recording system. Mr. Anu C. Palladevi, song, mix and master. And yes, over to Great Saturday. നമസ്കാരം. മാജിക് സ്പേസിന്റെ 2 സിനിമകളുടെ ഭാഗത്തിനായിട്ടുണ്ട്. അതുകൊണ്ട് മാജിക് സ്പേസുമായിട്ടുള്ള സൗഹൃദം വളരെ നല്ല മെമ്മറീസ് വന്നിട്ടുണ്ട് എനിക്ക്. ഈഡി എന്ന് പറഞ്ഞ ചിത്രത്തിലും ഭാഗമാകാൻ പറ്റി. ഇപ്പം അവറാച്ചസ് വന്ന സിനിമയിലെയും ഭാഗമാകാൻ പറ്റി. മിസ് ജല, കൺഗ്രാറ്റുലേഷൻസ്. ആദ്യമേ പറയേണ്ടത് ദിലീപിനോടാണ് താങ്ക്സ്. എനിക്ക് ഒരു ദിവസം ഒരു കോൾ വന്നു. ആഫ്റ്റർ ദിലിക്കുട്ടി നാഗേന്ദ്രൻ കഴിഞ്ഞിട്ട്
ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കോളായിരുന്നു. അപ്പം ഞാൻ അഭിനയിച്ചൊരു ഹ്യൂമർ നിറഞ്ഞൊരു സിനിമയുടെ അല്ലെങ്കിൽ ഒരു സീരീസിൻ്റെ ഒരു പോർഷൻ കണ്ടിട്ട് ദിലീപേട്ടനെ വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തു. ഞാൻ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമാണ്. കാരണം നമ്മൾ ഈ തമാശ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് തന്നെ ദിലീപേട്ടനെ കേൾക്കുന്നൊരു വാക്കുകൾ കേൾക്കുന്നത് എനിക്ക് എപ്പോഴും സ്പെഷ്യലാണ്. താങ്ക് യു സോ മച്ച് ദിലീപേട്ട. താങ്ക് യു സോ മച്ച് ആൻഡ് വി ലവ് യു സോ സോ മച്ച്. ദിലീപേട്ടന് ഒരു ഡയലോഗ് പോലും പറയാത്ത ഒരു ദിവസം പോലും മലയാളം കൊണ്ടുവന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല അല്ലേ? ഒരുപാട് സന്തോഷം. പ്രിൻസസ് ഫാമിലിയുടെ ഭാഗം ഞാൻ ആകേണ്ടതായിരുന്നു, പക്ഷേ എനിക്കത് പറ്റിയില്ല. എത്തിയോ ഇവിടെ താരം റാലിയ എൻ്റെ കൂടെ കോളേജിൽ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ്. ഇരിക്കുന്നുണ്ട് മാലാഖ്യ പോലെ ഇവിടെ. ഒന്ന് വരാമോ പ്ലീസ്? എല്ലാവരും ഇത് കയ്യിൽ കൊടുക്കും പ്ലീസ്. റാലിയെ പറ്റി പറയാനാണെങ്കിൽ കോളേജിൽ നമ്മൾ എൻ്റെ സീനിയേഴ്സ് ഞാനൊക്കെ ചെല്ലുന്ന സമയത്ത് ചെറിയൊരു റാഗിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഫണ്ണായിട്ട്. അപ്പം നമ്മൾ തീരുമാനിച്ചു നമ്മുടെ കൂടെ അടുത്ത ജൂനിയേഴ്സ് വരുമ്പോൾ നമ്മൾ റാഗ് ചെയ്യില്ല, നമ്മൾ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യില്ല എന്ന്. ജൂനിയേഴ്സിൽ വളരെ കുറച്ച് ആൾക്കാരുമായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു. അതിലെനിക്ക് സൗഹൃദം ഉണ്ടായിരുന്ന ഒരേ ഒരാളായിരുന്നു ഈ നിൽക്കുന്നത് റാലിയ. എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സീനിയർ ജൂനിയർ റിലേഷനെ ആയിരുന്നില്ല ഞങ്ങൾ തമ്മിൽ. നല്ലൊരു ടീച്ചറാണ് കേട്ടോ റാനിയ, സീരിയസ്ലി നല്ലൊരു ടീച്ചറാണ്. ആൻ അമേസിങ് ഡാൻസർ. നിങ്ങൾ കാണുന്ന ഒരു ക്ലാസിക്കൽ സ്റ്റൈൽ അല്ലാതെ വേറൊരു സ്റ്റൈലും കൂടെ ഉണ്ട് പുള്ളിക്കാരുടെ കയ്യിൽ. സീരിയസ്ലി ഒരുപാട് സന്തോഷം. ഐ എം സോ ഹാപ്പി ഫോർ യു, സോ പ്രൗഡ് ഓഫ് യു. എനിക്ക് ഓർമ്മയുണ്ടോ, നീ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ സ്റ്റഡി റൂമിൽ ഇടയ്ക്ക് നമ്മളിത് പഠിക്കുന്ന സമയത്ത് ഒച്ച എടുക്കുന്നതിന് നമ്മളവിടെ പറഞ്ഞു വിടും. അപ്പൊ ഇതിന്റെ ചിരി കൊണ്ടാണ് പല സമയത്തും നമ്മളെ ഇറക്കി വിടുന്നത്. ചിരി സ്റ്റാർട്ട് ചെയ്തിട്ട് നിർത്തില്ല. അങ്ങനെ ഇറക്കി വിട്ടിട്ട് നേരെ ഞങ്ങൾ പോകുന്നത് റാനിയുടെ റൂമിലേക്കാണ്. ഞാൻ റാനിയോട് ഭയങ്കര വർത്താനാണ്. അപ്പൊ ഞാൻ പറയും എനിക്ക് ഇങ്ങനെ ഓഡീഷനൊക്കെ പോകുന്നുണ്ടാ, എൻ്റെ സിനിമയിലൊക്കെ അഭിനയിക്കുന്നതാണ് ആഗ്രഹം. ആണോ ചേച്ചി? അപ്പോൾ ചേച്ചി അഭിനയിക്കാൻ പോകാൻ ചേച്ചി, എനിക്കും കുറേ ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട് ചേച്ചി, പക്ഷേ പോകാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ചേച്ചി എന്നൊക്കെ പറയും. ഇത് 10,000 പ്രാവശ്യം ഒരു ചേച്ചി വിളിക്കും. എന്നിട്ട് അപ്പം ഇവള് പറഞ്ഞു ചേച്ചി സിനിമ നടിയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണുന്നുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു. ബട്ട് ലുക്ക് അറ്റ് യു, ഇപ്പോൾ റാനിയുടെ ആദ്യത്തെ സിനിമയുടെ ഒരു സക്സസ് സെലിബ്രേഷന് എനിക്ക് റാനിയുടെ കൂടെ നിൽക്കാൻ സാധിച്ചു. ഐ എം സോ പ്രൗഡ് ഓഫ് യു ആൻഡ് ലവ് യു സോ മച്ച്. ആൻഡ് ഐ ഹാവ് എ റിക്വസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ പുറത്ത് ഒരുപാട് കുട്ടികൾ ഈ മേഖലയിലേക്ക് വരാനും അല്ലെങ്കിൽ അവരുടെ കഴിവ് തെളിയിക്കാനും വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ആൻഡ് യു ആർ കേപ്പബിൾ ഓഫ് ലൈക്ക് ഇൻസ്പയറിംഗ് ദം. പ്ലീസ് ഡു ദാറ്റ്. കാരണം എനിക്ക് ഞാനും മോശമാവും. കാരണം നമ്മുടെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം എത്രത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ ടൈം എല്ലാം പോയതെന്ന്. ആ സമയത്ത് എനിക്ക് ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ടായിരുന്നു. ഇനി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആരോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സമയത്ത് റാനി വിളിച്ച് എനിക്ക് ഓഫേഴ്സ് വരുന്നുണ്ട്, പക്ഷെ എനിക്ക് അറിയത്തില്ല പോണോ വേണ്ടോന്ന്. പക്ഷെ അവിടെ നിന്ന് ഇത്രയും വർഷം എടുത്തു റാനിക്ക് ഒരു സിനിമ ചെയ്യാൻ. മലയാള സിനിമ ഇനിയും റാനിയുടെ കഴിവുകൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. ഷീസ് വെരി ടാലന്റഡ്. ദിലീപേട്ടൻ പറഞ്ഞ പോലെ മിടുക്കി കുട്ടിയാണ് അവള്. ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ യു. പ്ലീസ് എല്ലാവരും ഒരു കൈയ്യടി കൊടുക്കും പ്ലീസ്. That was so beautiful. And എനിക്ക് തോന്നുന്നു റെസ്പോൺസ് സ്പീച്ച് നമുക്കിപ്പോൾ കിട്ടും. എനിക്കും പറയാനുണ്ട്. സോറി, ആക്ച്വലി ഞാൻ ചേച്ചീൻ്റെ സിനിമ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പം എനിക്ക് ഭയങ്കര ഇൻസ്പയർ ചെയ്യായിരുന്നു. ചേച്ചി ഇങ്ങനെ ക്ലാസ്സിൽ വരും. ഷീ ഈസ് ആക്ച്വലി എ ഗ്രേറ്റ് ഡാൻസർ കേട്ടോ. അത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് തിരിച്ചു വരുന്നത്. അപ്പം എപ്പോഴും ഞാൻ പറയും എന്താ സിനിമ മാത്രം പോരാ, ഇതിൻ്റെ കൂടെ ഡാൻസ് കൂടെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ലൈക്ക് ഓൾവേസ് നമ്മൾ BA ഡാൻസ് ചെയ്യുമ്പോൾ ഐ വാസ് ഫസ്റ്റ് ഇയർ, ഫൈനൽ ഇയറോ സെക്കൻഡ് ഇയർ തൊട്ട് സീനിയർ ആണ്. അപ്പം ഞങ്ങൾ ലൈക്ക് എപ്പോഴും പെർഫോമൻസ് ചെയ്യുമ്പോൾ ചേച്ചി ഓൾറെഡി സിനിമ ജേർണി സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ സ്കൂളിലേ തുടങ്ങി, അതായത് 4 വയസ്സിലേ തുടങ്ങി എനിക്ക് സിനിമ. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അപ്പം ഞാൻ ചേച്ചിയോട് പറയും ചേച്ചി ഓപ്പർച്യൂണിറ്റി കയ്യിൽ വരുന്നുണ്ട്, നെക്സ്റ്റ് എഗ്രിമെന്റ് സൈൻ ചെയ്ത് തൊട്ട് മുൻപ്
പ്രോജക്ട്സ് ആണെങ്കിലും ഇങ്ങനെ ലിസൺ ചെയ്യും, ഇല്ലടാ കുഴപ്പമില്ല, നിനക്കൊരു സമയം വരും, നിനക്കൊരു ടൈം വരും, നീ വെയിറ്റ് ചെയ്യും, ടാലന്റഡ് ആണ്, ഒരിക്കലും ആരും കൈവിടില്ല. അങ്ങനെ ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിൽ എനിക്ക് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ആയിപ്പോൾ. ഷീസ് ബീൻ ദേർ വിത്ത് മീ. എന്നിട്ട് കുറേ വർഷം കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ബിഹൈൻഡ് ദ ബാക്ക് ഐ വാസ് സോ പ്രൗഡ് ബിക്കോസ് സ്റ്റേജിന്റെ സ്ട്രഗ്ലിംഗ് ഫേസ് ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, ആക്ടിങ് ആയിക്കോട്ടെ, എവറിത്തിങ് ഐ വാസ് വാച്ചിങ് ഫ്രം എ ഹർ. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് ഭയങ്കര ഇൻസ്പയർ ആയിരുന്നു. ബിക്കോസ് ഷീ ഈസ് ലൈക്ക് റീച്ച് ദേർ. എനിക്ക് ഓൾറെഡി അറിയാം ചേച്ചി അത്രയും ടാലന്റഡ് ആയതുകൊണ്ട് അത്രയും ഒരു വലിയൊരു പൊസിഷനിൽ പോയി നിൽക്കും. അപ്പൊ ഞാൻ എപ്പോഴും ബിഹൈൻഡ് ദ ബാക്ക് ഇത് കണ്ടിട്ട് ഇങ്ങനെ ഇൻസ്പയർ ആയിട്ട് നിൽക്കുമ്പോഴും എന്റെ സ്റ്റേജില്ല, നിന്റെ സ്റ്റേജാണ് എന്നാലും എനിക്കിത് പറയണം. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം സ്റ്റാൻഡിങ് നെക്സ്റ്റ് ടു ഹർ. ഇറ്റ് ഈസ് ലിറ്ററലി പ്രൗഡ് ബ്ലെസ്ഡ് മൊമെന്റ് ആണ്. സോ എനിക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ, ബിക്കോസ് ഷീസ് റിയലി റിയലി ഗുഡ് ആസ് എ ഹ്യൂമൻ ബീയിങ് ടു. താങ്ക് യു സോ മച്ച് ചേച്ചി, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. ഇപ്പോഴും ദിസ് മൊമെന്റ് യു യൂസ് ദാറ്റ് ഫോർ മീ. ലൈക്ക് എന്നെ ഞാൻ ഇൻസ്പയർ ചെയ്യുന്നു പറയുമ്പോൾ പോലും ഇറ്റ് ഈസ് ടച്ചിങ് മൈ ഹാർട്ട്. താങ്ക് യു സോ